നിനക്ക് പേരുണ്ടോ ഇന്ത്യയിൽ? ഇല്ല. ഒന്നും എഴുതാനില്ലടി. എന്ത് സാധനമൊന്നും ഞാൻ ആർക്കും കൊടുക്കാറില്ല. അവിടെ ഒരു ചാട കണ്ടില്ല, ഒരു ബാഗ് പോലും ഇല്ലാതെ വന്നിരിക്കുന്നത്. എന്താണ് തോക്കും? നിനക്ക് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ അറിയോ? നീ തോറ്റു. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഗുഡ് മോർണിംഗ് മിസ്. മോർണിംഗ് മിസ്. ഇത്തിരി ഒന്നും മിണ്ടായിരിക്കുമോ? അയ്യോ മിസ്സായിരുന്നോ? നീയൊക്കെ എന്തിനാണ് ക്ലാസ്സിലേക്ക് വരുന്നത്? പ്രായമായതുകൊണ്ടൊന്നും പറയാനും പറ്റില്ല. അന്ന് ഇനി അറ്റൻഡൻസ് എടുക്കാം. അഖില സണ്ണി. പ്രസന്റ് മിസ്. അനു റോസ്. പ്രസന്റ് മിസ്. അനു അഗസ്റ്റിൻ. പ്രസന്റ് മിസ്. ആൽവിൻ മാത്യു. ആബ്സെന്റ് മിസ്. അന്ന് അതിനെ ലിബിനെ വിളിച്ചിട്ട് കാര്യമില്ലോ അല്ലേ? പെട്ടല്ലേ മിസ്സേ? നിങ്ങളത് ലേറ്റ് ആയേ? അത് ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് ലേറ്റ് ആയി. അപ്പൊ നീയോ? കറണ്ടില്ലായിരുന്നു മിസ്. നിന്റെ വീട്ടിൽ ഏതെങ്കിലും ദിവസം കറണ്ട് ഉണ്ടോടാ? അവൻ്റെ വീട്ടിൽ കറണ്ട് ഇല്ല, എനിക്കറിയാവുന്ന. ആ കേറിപ്പോ. ഇന്നലത്തെ ഹോംവർക്ക് ഒക്കെ എല്ലാരും ചെയ്തോ? യെസ് മിസ്. ആ അഖില ചെയ്തിട്ടുണ്ടോ? ബാക്കിയുള്ളവരോ? ആ ചെയ്തിട്ടുണ്ടല്ലോ. നിനക്ക് ബുക്കൊന്നും ഇല്ലേ? മിസ് എൻ്റെ ബുക്ക് മോൻ കൊണ്ടുപോയേക്കുമായിരുന്നു, അത് ഞാൻ ചെയ്തില്ല. എഴുന്നിട്ടെന്നേ. വാദമായതുകൊണ്ടേ കാലിന് നടുവിനൊക്കെ ഭയങ്കര വേദനയാണ്. നിന്നോടൊന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലേ? ഇരിക്കേ. നിങ്ങൾ ചെയ്തില്ലേ? വീട്ടിൽ കറണ്ട് ആയിരുന്നു മിസ്. അപ്പൊ നീയോ? എന്തായാലും ബുക്കൊക്കെ ഉണ്ടോ മിസ്സേ? ആ ഇതിലെല്ലാ സബ്ജക്റ്റും ഉണ്ടല്ലോ. ഒരു കാര്യം ചെയ്യട്ടോ, രണ്ടുപേരും കുറച്ചു നേരം പുറത്ത് വെക്കുക. അവിടെ ആകുമ്പോൾ നല്ല വെളിച്ചം ഉണ്ടാവും. നോട്ട് എഴുതിയിട്ട് കയറിയാൽ മതി കേട്ടോ. അപ്പൊ വന്നല്ലേ ഉള്ളൂ മിസ്. എഴുതട്ടെ. ഇത് ബുക്ക് വേണ്ടേ? വായുവിൽ എഴുതി പഠിക്കുവോ? ആ മിസ് നോക്കുമെന്ന് വിചാരിച്ചു. ആടാ എങ്ങനെ ഇറങ്ങാൻ ഓർത്തിരിക്കുവായിരുന്നു. ഓ ഇങ്ങനെ തലതെറിച്ച പിള്ളേരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എല്ലാ ടീച്ചർമാരും പറയുന്നത് ഫ്രഷ് ഡയലോഗ്. എന്തോരം കഷ്ടപ്പെട്ടിട്ടാ ഞാനൊക്കെ ടീച്ചറായത്. എന്ത് കഷ്ടപ്പാട്. ബി.എഡ് പഠിച്ചപ്പോൾ പിന്നെ അല്ലാണ്ട്. എല്ലാ ദിവസവും ഇങ്ങനെ ക്ലാസ്സിൽ പുറത്ത് നിൽക്കുന്ന അത്ര നല്ല ശീലമൊന്നുമല്ല. കാരണം ഓരോ ദിവസവും ക്ലാസ്സിലേക്ക് വരുമ്പോൾ ആ ക്ലാസ് എടുക്കാൻ വേണ്ടി എത്രത്തോളം പ്രിപ്പയർഡ് ആയിട്ടാണ് ഓരോ അധ്യാപകരും വരുന്നത്, അത്രയും അപ്ഡേറ്റഡ് ആവാൻ അവർക്കുണ്ട്. ഇപ്പോൾ ചുമ്മാ ഒരു ബി.എഡ് കഴിഞ്ഞാൽ വന്നൊന്ന് ക്ലാസ് എടുക്കാനൊന്നും പറ്റത്തില്ല. അതിന് ഇപ്പോൾ LP സ്കൂളിൽ പഠിപ്പിക്കാനാണെങ്കിൽ DLED കഴിഞ്ഞിട്ട് കേട്ടിട്ട് ഫസ്റ്റ് കാറ്റഗറി എക്സാം ക്വാളിഫൈഡ് ആവണം. ഒരു ടീച്ചർ UP സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് B.Ed അല്ലെങ്കിൽ DLED കഴിഞ്ഞിട്ട് കേട്ടിട്ട് 2 എക്സാം പാസ്സാവണം. ഇനി ഹൈസ്കൂളിൽ പഠിപ്പിക്കാനാണെങ്കിൽ B.Edന് ശേഷം അതാത് ടീച്ചർമാർ ഏത് സബ്ജക്റ്റിലാണോ സ്പെഷ്യലൈസ് ചെയ്തേക്കുന്നത് ആ സബ്ജക്റ്റിൽ കാറ്റഗറി 3 കേട്ടറ്റ് എക്സാം പാസ്സാവണം. ഇനി ഉറുദു അല്ലെങ്കിൽ ഡ്രോയിങ്, സ്പെഷ്യൽ സ്കൂൾ എഡ്യൂക്കേഷൻ ഇതുപോലുള്ള സബ്ജക്റ്റുകളാണെങ്കിൽ കാറ്റഗറി 4 കേട്ടറ്റ് എക്സാം പാസ്സായാൽ മാത്രമേ പഠിപ്പിക്കാനായിട്ട് കയറാനായിട്ട് പറ്റുള്ളൂ. ഇനി ഹയർ സെക്കൻഡറി +1 +2 പഠിപ്പിക്കാനാണെങ്കിൽ ഒരാൾ B.Ed കഴിഞ്ഞിട്ട് സെറ്റ് എക്സാം പാസ്സാവണം. അതോടൊപ്പം B.Ed കഴിഞ്ഞിട്ട് M.Ed ചെയ്ത ആളാണെങ്കിൽ ഈ സെറ്റ് ക്വാളിഫിക്കേഷൻ തന്നെയാണ് അതുവഴി കിട്ടുന്നത്. ഇനി കോളേജ് ലെവലിലേക്ക് നമ്മൾ പ്രൊഫസറായിട്ട് കയറുമ്പോൾ ഒന്നെങ്കിൽ നെറ്റ് പാസ്സായിട്ട് പ്രൈവറ്റ് കോളേജുകളിൽ നമുക്ക് പഠിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ടീച്ചർമാരാണ് നമുക്ക് ക്ലാസ്സുകൾ എടുക്കാനായിട്ട് വരുന്നത്. അവർ ക്ലാസ്സുകൾ എടുക്കാൻ വരുന്നതിന് മുമ്പ് ഓരോ ദിവസവും അതാത് ക്ലാസ്സുകൾ അവർ അപ്ഡേറ്റ് ചെയ്യാറുമുണ്ട്. അപ്പോൾ നാളെയെങ്കിലും ഹോംവർക്ക് ചെയ്തിട്ട് ഇനി മുതൽ ക്ലാസ്സിൽ കയറാൻ നോക്കാം കേട്ടോ.